ഉമ്മേൻ്റെ ഒരു വരുത്തുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മ വന്നിട്ട് പോലീസിനോട് പറയുന്ന വർത്താനുണ്ട്. പക്ഷെ എനിക്ക് എസ് ഐനെ ഇഷ്ടപ്പെട്ട എസ് ഐ ചെക്കനെ കൂട്ടിക്കൊണ്ടുവരുമ്പില്ലേ ബേക്കിൽ വിക്കറ്റ് കീപ്പറെ പോലെ ഇങ്ങനെ അത് ഞാൻ പറയാൻ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഒളിച്ചോടുന്ന പെൺകുട്ടിയും കഞ്ചാവ് വിറ്റ ചെക്കനും പെണ്ണിനെ നശിപ്പിച്ചപ്പോൾ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കാണുന്നുണ്ടല്ലോ. ഈനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇപ്പൊ ഉമ്മേനെയും കൂടി കൊണ്ടുവരണം പോലും കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഉമ്മേൻ്റെ ഒരു വരുത്തുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉമ്മ വന്നിട്ട് പോലീസിനോട് പറയുന്ന വർത്താനുണ്ട്, പോലീസേ എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല, ഞാൻ അങ്ങനെയാണ് അവനെ പോറ്റുന്നത്. ഞാൻ ചോദിച്ചല്ല എങ്ങനെ, നമുക്കറിയണല്ലോ എങ്ങനെയാണ് പോറ്റുന്നതെന്ന്. നിങ്ങൾ എങ്ങനെ പോറ്റിട്ടാ ഈ ചെക്ക കള്ളനായെന്ന് നമുക്കറിയണ്ടല്ലോ, ഉമ്മക്കല്ലേ തിരിച്ചിട്ടുള്ളൂ കള്ളനല്ല എന്ന്. ഉമ്മ പറയാ മത്തി വാങ്ങിയാൽ ഇണറെല്ലാം ഞാൻ ഓനാ കൊടുക്കുക, ഇറച്ചി വാങ്ങിയാൽ എല്ലുള്ള ഒരു കഷ്ണം ഓനെ കൊടുക്കൂലേ, ഓനെ കൊണ്ട് ഒരു പണിയും ഞാൻ എടുപ്പിക്കൂല, ഓൻ പറയുന്ന പോലെ ഓൻ്റെ യാത്ര ഓൻ പറയുന്ന പോലത്തെ പൈസ എല്ലാം ഞാൻ കൊടുക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ കള്ളനാവൂല എന്നാണ് ആരുടെ വാദം? കേരളത്തിലെ നിഷ്കളങ്കരായ ഉമ്മയുടെയും ഉപ്പയുടെയും വാദം. തെറ്റാത്. നിങ്ങളെ മക്കൾ നിങ്ങളോട് മത്തീൻ്റെ ഇണർ ചോദിച്ചിനാ, എല്ലിൻ്റെ എല്ലിതാകാശം ചോദിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കുറച്ചെല്ലാം ഇഞ്ഞും തിന്നോ ഇണറല്ലോ, ഐറ്റക്ക് മാത്രം കൊടുക്കേണ്ട. കാരണം എന്താ, ഐറ്റകൾ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് കരയരുത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നത്. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നതെന്നറിയോ, ഞാൻ 12 കൊല്ലം ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ പ്രസംഗം ഒരൊറ്റൊരാളും ഏറ്റെടുത്തിട്ടില്ല. ഈ നാട്ടിൽ ഒരാൾ നന്നായിക്കൂല എൻ്റെ പ്രസംഗം കേട്ടിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം പൊട്ടാ പിന്നെ ഇഞ്ഞെന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ വന്നതിന് 1-2 ഉദ്ദേശമുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് പോറ്റിയത് മത്തീൻ്റെ ഇണർ കൊടുത്തേക്ക് നിങ്ങൾ പറയില്ലല്ലോ. ഞാനാറ്റാ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പ്ലിങ്ങി മരിച്ചോണം. ഈ പൊട്ടം പറഞ്ഞതാണല്ലോ ശരി, നിങ്ങൾക്ക് അന്ന് തോന്നും, പറഞ്ഞു മനസ്സിലായില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ മത്തീൻ്റെ കണക്കാറ്റ് ആരെങ്കിലും പറയണ കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചാളി. അതുകൊണ്ട് മത്തി ഇണറൊന്നും നൈറ്റുകൾ ചോദിച്ചില്ല. പോട്ടെ എല്ലാവരും വിട്ടേക്ക്. അല്ല, നിങ്ങൾ ഭർത്താവിൽ നിന്ന് നിന്നാ പ്രതീക്ഷിക്കുന്നേ? മെമ്പറാ, ഭർത്താവിൽ നിന്നാ പ്രതീക്ഷിക്കുന്നേ? ATM കാർഡാ? പിന്നെ എന്തെന്നാ? അല്ല, നിങ്ങൾ ഭാര്യയിൽ നിന്നാ സാർ പ്രതീക്ഷിക്കുന്നത്? സ്നേഹം. യെസ്, നമ്മൾ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹവും കരുതലുമാണ്. അല്ലാണ്ട് ഓളെ സ്വത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെപ്പോ ബാപ്പയെല്ലാം മരിച്ചിട്ട് എപ്പം കിട്ടുന്ന സ്വത്ത് ഉമ്മക്കം തിന്നി. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഭർത്താവിൽ നിന്ന്? സ്നേഹവും കരുതലും. അത് തന്നെ ഞങ്ങളെ മക്കളും പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇത്തരം മക്കളെ സ്നേഹിച്ചാ, നിങ്ങൾ ഇത്തരം മക്കളെ കരുതലോട് കൂടി പെരുമാറിയാ. എങ്ങനെ പെരുമാറിയ? പരീക്ഷ തോറ്റു വരുമ്പോൾ എൻ്റെ അമ്മേനെല്ലാം കുത്തിച്ചിരിക്കാൻ ഇഷ്ടമുണ്ട്. പരീക്ഷ തോറ്റിട്ട് വരുമ്പോൾ നമ്മളെന്തിനാ വീട്ടിലേക്ക് വരുന്നേ? അമ്മയാണ് നമ്മളെ ചോറ് തരുക എന്നുള്ള പ്രതീക്ഷയിലല്ലേ. എൻ്റെ അമ്മയില്ല സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നെ കാത്തു നിൽക്കും. ഞാൻ വെച്ച പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കും. ഞാൻ കുറേ ചോറെല്ലാം തരും. അല്ല, ഞാൻ കുഴച്ചിങ്ങനെ തിന്നുമ്പോൾ സന്തോഷത്തോടു കൂടി ഉരുട്ടിങ്ങനെ തിന്നുമ്പോൾ അമ്മേൻ്റെ ഒടുക്കത്തൊരു ചോദ്യമുണ്ട്, പരീക്ഷ പേപ്പർ കിട്ടിയ ചോറൊന്നും മൻ ചോദിക്കേണ്ട ചോദ്യം ഇത്. മനുഷ്യനല്ലേ തന്നെ പരീക്ഷ പേപ്പർ കിട്ടി തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മേൻ്റെ ഒടുക്കത്തെ ചോദ്യം, ഈ ചോറുമ്മക്ക് ഇറങ്ങുക. എനക്കില്ലേ അമ്മയോടുള്ള ദേഷ്യം ഞാൻ തീർത്തെങ്ങനെയാണെന്ന് അറിയാങ്ങൾ, ആ ചോറ് മുരുണ്ടി കുഴച്ചിങ്ങ് തിന്ന് ഞാൻ ആ തടിയാ ഈ തടി. അമ്മേൻ്റെ ഓരോ ചോദ്യത്തിനും ഓരോ കിണ്ണം ചോറങ്ങി തന്നു. എനക്കതുകൊണ്ട് മരിക്കാനൊന്നും മുട്ടിയിക്കില്ല. അമ്മയുടെ ഞാൻ മാർക്ക് പരീക്ഷ പേപ്പർ കിട്ടിയെന്നെങ്കിൽ ഞാൻ പറയും കിട്ടി. അമ്മേൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്നറിയോ? എത്ര? 3. ഇംഗ്ലീഷിൽ എനിക്ക് 3 മാർക്കാ. പക്ഷെ അമ്മക്ക് എനക്ക് 3 മാർക്കായതിന് അമ്മക്ക് വിഷമില്ല കേട്ടോ. അമ്മേൻ്റെ ഒടുക്കത്തെ രണ്ടാമത്തെ ചോദ്യം, 3ാമത്തെ ചോദ്യം, മുഹമ്മദിന് കിട്ടിയ. മുഹമ്മദ് എൻ്റെ കൂടെ നടക്കുന്ന ചങ്ങയുടെ അടുത്ത് ഓനാണെങ്കിൽ എന്നെ പോലെയല്ല മരണപ്പടിപ്പായ. ഞാൻ ഓനും കിട്ടി. എത്ര? 47. പിന്നീടാണ് എൻ്റെ അമ്മക്ക് മത്തീൻ്റെ ഇണർ. പിന്നെ എങ്ങനെയാ കുട്ടി വീട്ടിലേക്ക് വരിക? നിങ്ങൾ പറ, ഇതാണോ സ്നേഹം? ഇതാണോ അമ്മേൻ്റെ കരുതൽ? അതുകൊണ്ട് മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വൃത്തികെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ഉമ്മമാർ തയ്യാറാവണം, ബാപ്പമാർ തയ്യാറാവണം. അതാണ് സ്നേഹവും കരുതലും. ഒരു പഠിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്തോളി. ആടെ പഠിപ്പിൻ്റെ ചോദ്യം വരട്ടെ, അടികൂടുങ്ങൾ കസേലെടുത്ത് ഓനടിക്ക്, ഉമ്മക്ക് ചെക്കനടി. ഇങ്ങനെ ഒരു യുദ്ധഭൂമി ആയിക്കോട്ടെ പഠിക്കുന്ന സമയത്ത്. ബാക്കി എല്ലാ സമയത്തും നിങ്ങളെ മക്കൾ മനുഷ്യക്കുട്ടികളായിട്ട് വളരണം. അയറ്റുകളെ വേദനിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കാൻ വേറെ ആളുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് A+ കിട്ടിയിട്ടൊന്നും ഒരാളും അഹങ്കരിക്കേണ്ട. ഒറ്റ ഉദാഹരണം പറയാം. നമ്മളെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയതാരെന്നറിയോ? MBBSന് റാങ്ക് കിട്ടിയ ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു ഡോക്ടർ, സുന്ദരിയായൊരു പെൺകുട്ടി, കാണണങ്ങളോളാ. ഓളെ ഒളിച്ചോടിയെന്ന് വീട്ടിലെ ബാപ്പി ഉമ്മയെല്ലാം വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയിൽ നിങ്ങളെ വണ്ടീൻ്റെ നമ്പർ കൊടുത്താൽ കേരളത്തിൽ എവിടെ പോയാലും അത് പിടിക്കൂ. ഈ ഡോക്ടറെയും കാമുകനെയും കൊയിലാണ്ടിന്ന് പിടിച്ച്. ഇവർ രണ്ടുപേരും നാളെ സ്റ്റേഷനിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ട ചിരിച്ച് മരിച്ചുപോയി. ഞാൻ മാത്രമല്ല സകല മനുഷ്യന്മാരും ചിരിച്ചുപോയി.
ഇവളിങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, ഗോൾഡ് മെഡലിസ്റ്റ്, 10ാം ക്ലാസ്സിൽ A+, +2 1200 LSS USS ഫ്ലക്സ് ഒന്നും ഇപ്പോൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഓള് കൊണ്ടുവന്ന കാമുകൻ നിങ്ങൾ കാണണം. കൈതച്ചക്കേൻ്റെ ഒരു മുടിയും ഇങ്ങനത്തെ ഒരു താടിയും, പാൻറ് ഇട്ടിനോ എന്ന് വെച്ചാൽ ഇട്ടിക്കില്ല എന്ന് വെച്ചാൽ ഇട്ടിക്കില്ല, ഫുള്ള് കീറിയ. ഞാൻ വെച്ച് ദരിദ്രനാന്ന് നോക്കുമ്പോൾ ദരിദ്രനല്ലോ. ആ കീറിപ്പറിച്ച പാൻറ്റിന് 6000 ഉറുപ്പ്യ ഉണ്ടല്ലോ. ഭയങ്കര പൈസയാ പോലും കീറിപ്പറിച്ച്. ഞാനിതുവരെ അത് ഇട്ടിക്കില്ല, അതാണ് എൻ്റെ വിഷയം. പക്ഷെ എനിക്ക് SI ഇഷ്ടപ്പെട്ട SI ചെക്കനെ കൂട്ടിക്കൊണ്ടുവരുമ്പില്ലേ ബേക്കിൽ വിക്കറ്റ് കീപ്പറെ പോലെ ഇങ്ങനെ. ഞാൻ പിന്നീട് SI സാറോട് ചോദിച്ചല്ല സാർ ഞങ്ങൾ അങ്ങനെ പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതറിയോ, മോനെ എല്ലാവരുടെയും CCTV ഉണ്ട്. ഈ ചെക്കൻ്റെ പേൻ്റാറ്റം കോമ്പൗണ്ടിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലില്ലേ പോലീസ് കഴിച്ചെന്ന് പറയും. അത് പേടിച്ചിട്ടാണ് പോലും ഇങ്ങനെ നിന്നത്. എനക്ക് അവൻ്റെ ഡ്രസ്സും വസ്ത്രമൊന്നും വിഷയമല്ല. 18 വയസ്സ് വരെയാണ് നമ്മളെ മക്കൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ബാക്കി അവരെ ഇഷ്ടമാണ്. 18 വയസ്സ് വരെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. 21 വയസ്സായിട്ട് അവൻ അങ്ങനെ നടന്ന നമുക്ക് പ്രശ്നമുണ്ടോ? അവൻ്റെ വസ്ത്രമല്ല അവൻ്റെ ഇഷ്ടം. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡായി ഇത്രയും സംസ്കാര സമ്പന്നമായിട്ട് LSSും ഗോൾഡ് മെഡലും മെഡലിസ്റ്റ് വാങ്ങിയ ഡോക്ടർക്ക് ഒരു രോഗിയുടെ മനസ്സ് കണ്ടാൽ രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഡോക്ടറില്ലേ കൂട്ടിക്കൊണ്ടുവന്ന ആ ചങ്ങായില്ലേ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിയാ. അതായത് ആജീവനാന്തം ഭൂലോകം കാണൂലോ. ഓൻ്റെ ഓടി അവള് പോയത്. പിന്നെ എന്ത് LSS എന്ത് USS അങ്ങനെയില്ലേ. ഇവളെല്ലാം കൂടി ചിരിച്ച് ഓളോടും ചിരിച്ചു ചേട്ടാ. അവസാനം ഓളാ മൂലക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയി ചോദിച്ചല്ല ഡോക്ടറെ ഇങ്ങ കേടുന്ന് കിട്ടി ചെക്കനാണ്. ഞാൻ ചോദിച്ചാൽ ഇങ്ങ കേടുന്ന് കിട്ടി നിധീനാന്നാണ് ഞാൻ ചോദിച്ചത്. ഓളോട് ചിരിച്ചു. ഓള് പറഞ്ഞ് പോലീസ് നിങ്ങൾ കേൾക്കണം. അവൻ പറ എങ്ങനെ കിട്ടി? ഓള് പറഞ്ഞ് ഈ ചെക്കനെ ഞാൻ കല്യാണം കഴിക്കാൻ കാരണം എന്താ അറിയോ, ഈ ചെക്കനാണ് എനക്കാദ്യമായി ഉമ്മ തന്നത്. ഞാൻ ചോദിച്ചേ അങ്ങനെ ഉമ്മ തന്നാൽ എൻ്റെ ചാരിത്രം പോയിപ്പോയില്ലേ പോലീസേ? ഞാൻ എന്നെ അങ്ങ് ആലോചിച്ചോയി. എൻ്റെ ചരിത്രം അല്ല എന്നെയല്ല വേറെ കുറേ ആൾ ആലോചിച്ചോയി. നിങ്ങൾക്കെല്ലാം ചരിത്രം പോയിപ്പോയിനാ? ഒരു ഉമ്മ കിട്ടിയാൽ ചാരിത്രം പോയി പോകുന്ന MBBS ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചത് എന്ത് തിരിച്ചറിവായി കുട്ടിക്കുള്ളത്. ഉമ്മ കൊടുത്തതിന് ഒളിച്ചോടാൻ മുട്ടിയെന്ന് അതുകൊണ്ടാണ് പോയത്. ഞാൻ അന്ന് ഉച്ചക്ക് വീണ്ടും ലീവ് എടുത്ത്. കാരണം ഈ നാട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഏടെ നടക്കുന്ന എൻ്റെ വിശ്വാസം പറഞ്ഞോളൂ. ഏടെ നടക്കും? എൻ്റെ വീട്ടിൽ. എൻ്റെ മൂത്ത മോള് എത്ര വയസ്സാ? 6ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് എൻ്റെ അടുത്തേക്ക് വിട്ട്. എന്നെ കണ്ടുടൻ എൻ്റെ ഭാര്യ പറഞ്ഞു വരുന്നുണ്ട്, എന്തോ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇനി എന്തെന്നാ പറയാം. ഞാൻ എൻ്റെ മോളെടുത്തു. അപ്പോൾ മോള് നോക്കുമ്പോൾ കോനാൽ അങ്ങേ മൂലക്കിരിക്കുന്നു. ഞാനില്ലേ അതിനെ കെട്ടിപ്പിടിച്ചൊരു 5-10 ഉമ്മ കൊടുത്തു. ഉമ്മ ഓള് ചോദിച്ചു നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇനി വിചാരിക്കുന്നത് ഞാൻ കൊടുക്കട്ടെ, ഇനി ഇടങ്ങാറാക്കല്ല. ഞാനൊരു 5-8 ഉമ്മയും കൊടുത്തിട്ട് ഇങ്ങ് വരുമ്പോൾ ഭാര്യനെ കണ്ട പോക്കും കൊടുത്തൊരു 5-8 ഉമ്മ. ആന്തിനാ ഞാൻ എൻ്റെ മോക്ക് ഉമ്മ കൊടുത്തേ ഒന്ന് പറഞ്ഞങ്ങൾ. എൻ്റെ മോളില്ലേ ആ റോഡുമ്മ കൂടിയാണ് സ്കൂളിൽ പോകുന്നത്. ആ റോഡുമ്മ കൂടി സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും കോന്തപ്പം പിടിച്ച് പീടിയൻ്റെ വേക്കിലാറ്റം കൊണ്ടുപോയിട്ട് എൻ്റെ മോക്കൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ മോള് പറയില്ലേ ചാരിത്രം പോയി അച്ഛ, ഞാൻ ഓൻ്റെ പോണം അച്ഛ എന്ന് പറയുവോള്. ഇനി പറയുവോള് അതിനാ ഈ ഉമ്മ കൊടുത്ത്. മനസ്സിലായില്ലേ? ഇനി ഓളെന്നാ പറയാന്നറിയാം. ഞാൻ ദിവസവും കൊടുക്കും. ഇനി എൻ്റെ മോളെ അപ്പീടെ എൻ്റെ വേക്കിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ട് എൻ്റെ മോളെന്നാ പറയാ പോട് പൊട്ടാ. ഇതെല്ലാം എൻ്റെ അച്ഛൻ ദിവസവും തരുന്നതാ മണ്ട എന്ന് പറയാൻ എൻ്റെ മകൾക്ക് നട്ടലുണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ പേര് അച്ഛനെന്നല്ല. ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തേ? അതിന് നോക്ക് കൊടുത്തേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 3ാമത്തെ ദിവസമായി ഇതുവരെ പോയിക്കില്ല. നാട്ടുകാർക്ക് ബോധം എടുക്കാൻ പോവാ ഒളിച്ചോട്ടത്തിനെ കുറിച്ചിട്ട്. ഓൾ ഓടുമെന്നുള്ള പറഞ്ഞ ഇപ്പം എനിക്ക് ഇരിഞ്ഞ് ഓളാണെ സീരിയലും സിനിമയെല്ലാം കാണുകയും ചെയ്യും. ഞാനിങ്ങ് പോന്നാൽ സീരിയലിനും സിനിമയിലാണെങ്കിൽ ഉമ്മയും കെട്ടിപ്പിടുത്തവും തന്നെ. ഓക്കാറ്റം പെട്ടെന്ന് ഈ ഉമ്മേൻ്റെ ആയിട്ട് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങോട്ടെല്ലാം ഉമ്മ കൊടുക്കാൻ മുട്ടിയ കുറേ എണ്ണം ഉണ്ട് താനും. ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് വരുമ്പം 25 എണ്ണം കൊടുത്തേക്ക് ഉമ്മ ഉമ്മ ഉമ്മ. എന്നാൽ എന്ത് സംഭവിക്കും? വേഗം പറ എന്താ സംഭവിക്കാന്ന് പറ. ഓള് സിനിമ കാണുമ്പോൾ ഉമ്മയെല്ലാം കാണുമ്പോൾ ഒട്ടം തന്നിട്ടാണല്ലോ പോയത് എന്നുള്ളൊരു സമാധാനം അവളെ മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാനൊരു ഭർത്താവാണോ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കൊടുക്കേണ്ട ഉമ്മ എല്ലാം കൊടുത്തേക്കണം. നിങ്ങൾ ഭാര്യക്കെല്ലാം കൊടുക്കലുണ്ടല്ലേ? ഉണ്ടല്ലേ? അല്ല നിങ്ങൾ ഭർത്താവിന് കൊടുക്കലുണ്ടാ? ഇല്ല എങ്കിൽ അങ്ങോട്ടല്ല പെണ്ണ് കൊടുക്കും. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കൊടുത്തേക്കില്ലെങ്കിൽ ഓർക്ക് കൊടുക്കുവാൻ അപ്പുറത്തെ ചെക്കന്മാരിലുണ്ട്. ഈ ഒരു പരസ്പര ബോധം ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം വടകരയെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവ് വേണിയിട്ട് പറയുകയാണേ സ്വല്ലപ്പാട് ഒഴിവാട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കുമെന്ന്. ഇതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഉമ്മക്ക് ഈ ജന്മത്തിൽ നമ്മളെ ഭാര്യനെ ചേർത്ത് പിടിക്കാൻ നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി ഏടെ പോകുമ്പോൾ 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടീനെ കൂട്ടിയിട്ട് ഞങ്ങൾ പോകണ്ടു. മൊബൈൽ ഫോണെല്ലാം കൊടുക്കലുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ പേപ്പർ വായിച്ചിരുന്നാ? മിഞ്ഞാന്നത്തെ പേപ്പർ വായിച്ചിരുന്നാ? മിഞ്ഞാന്നത്തെ പേപ്പറിൽ ഏത് വാർത്ത ഞങ്ങൾ കണ്ടത്? നിങ്ങളെ നാട്ടിലെ തിരൂരിൽ ഒരു 2.5 വയസ്സുള്ള ചെക്കൻ ഉണ്ടായിരുന്നു.
ആ 2.5 വയസ്സുള്ള ചെക്കന് ഗൾഫിലുള്ള ബാപ്പ ഫോൺ കൊണ്ടു കൊടുത്ത്. ഉമ്മ പറഞ്ഞതാ ഫോൺ കൊണ്ടു കൊടുക്കാൻ. ഉമ്മയോട് പോലീസ് ചോദിച്ചു, അല്ല ഉമ്മ, എന്തിനാണ് നിങ്ങൾ 2.5 വയസ്സുള്ള മോന് ഫോൺ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഇതങ്ങ് കൊടുത്തായില്ലേ ചെക്കനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ചുമരുമ്മൽ വരച്ചിടൂല, കസേല മറിച്ചിടൂല, പണിയെടുക്കുമ്പോൾ എന്നെ വന്ന് ചൊറിയൂല, ഇതും കാണിച്ചിട്ട് എന്ത് കൊടുത്താലും ചെക്കൻ അങ്ങ് തിന്നു. നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ചോറ് കൊടുത്തു ഇങ്ങനെ ഉരുട്ടി വെക്കുക, എന്നിട്ട് ഇങ്ങനെ വായി തുറക്കാൻ പറഞ്ഞാൽ ബ്ല അബ്ലു അബ്ലു. എനിക്ക് അത് കാണുമ്പോൾ ഓർമ്മ വരുന്നതറിയോ, ഈ അരി പൊടിക്കുന്ന മിഷയിൽ അരിയിടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ, അങ്ങനെ ചെക്കൻ വേണമെങ്കിൽ നിങ്ങൾ ലേശം കല്ലെടുത്തിട്ട് അന്നേരം വായിലിട്ട് നോക്ക്, ഇങ്ങനെ പറയും. എന്നാൽ അത് കല്ലാന്നൊന്നും ഐറ്റേക്ക് തിരിയില്ല. അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് WHO എന്ന് പറയുന്ന സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്വതന്ത്രമായി കൊടുക്കരുത്. 1.5 വയസ്സുള്ള കുട്ടി മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കാണരുത്, കണ്ണടിച്ചു പോകും. പൊട്ടന്മാരല്ല WHO സംഘടന, ശാസ്ത്രീയമായി അപഗ്രഥിച്ചതിന്റെ പേരിലാണ് പറഞ്ഞത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മുതലാളി സുക്കൻബർഗിന്റെ മകൻ 6 വയസ്സ് വരെ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കണ്ടിട്ടില്ല. ഈ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പിന്നെ എന്തിനാ ഞങ്ങൾ കൊടുത്തതെന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഓൻ യൂട്യൂബേ നോക്കൂ, ഓൻ എന്ത് ചെയ്യണമെങ്കിലും ഗൂഗിൾ അമ്മയോട് ചോദിക്കും. അങ്ങനെ ഗൂഗിൾ അമ്മായി യൂട്യൂബ് ആവുമല്ലോ ഓൻ്റെ ഹീറോ. നിങ്ങളെ മക്കൾ അങ്ങനെ തന്നെ അല്ലേ? യൂട്യൂബെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടാ, എൻ്റെ മകൻ സ്റ്റാറ്റസ് ഇടുന്നെന്നെല്ലാം പറയുമ്പോൾ ഒരു കുളിർമ വരുന്നുണ്ടാ? ഉറപ്പിച്ചോ നിങ്ങൾ? ആ അമ്മ ഇങ്ങനെ ഉമ്മ അഹങ്കരിച്ച് 6.5 വയസ്സായപ്പോൾ 6 വയസ്സായപ്പോൾ വയസ്സ് മറന്നുകൊണ്ട് 1-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഈ ചെക്കനില്ലേ സ്കൂളിൽ പോകുന്നില്ല, മൊബൈൽ ഫോണിൻ്റെ ചോട്ട് കുത്തിരിക്കുക. മൊബൈൽ ഫോൺ പിടിച്ചേറ്റിയാൽ ഓനിങ്ങനെ ഇങ്ങനെ മുറാദ് കാര്യം പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക സുഖം അമ്മ പേര് മറന്നുപോയി. ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയാൽ ചെക്കൻ നിലത്ത് കിടന്ന് ഉരുളുക, ഉമ്മേനെ പിടിച്ച് അടിക്കുക. വീട്ടിൽ ആരെങ്കിലും വന്നാലും ഇങ്ങനെ ഇടുകിടുന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഉമ്മ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് എൻ്റെ മോന് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഒന്നും പറ്റിയില്ല, മോന് സ്ക്രീൻ അഡിക്ഷനാണ്. ഉമ്മ വീണ്ടും പൊന്തി, സ്ക്രീൻ അഡിക്ഷനാണ്. ഇത് കൗൺസിലർ മനസ്സിലായപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഉമ്മ അഹങ്കരിക്കേണ്ട സാധനമല്ല അത്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? നട്ടപ്പരാന്ത്. നിങ്ങൾ 6 വയസ്സുള്ള മോന് നട്ടപ്പരാന്താന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ ചോദിച്ച്, ഇനി എങ്ങനെയാ പരാന്തെന്ന് രക്ഷപ്പെടുത്തുക? അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു കൊടുത്തു, ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കണം. പക്ഷെ മകൻ ഭ്രാന്തനാവും എന്നുള്ള പേടിയിൽ അമ്മ എന്ത് ചെയ്തെന്ന് അറിയോ? ഉമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചേറ്റി വെച്ചിട്ട് പറഞ്ഞു, ഇനി ഈ ഉമ്മക്ക് ജീവനുണ്ട് എങ്കിൽ ഇനി മൊബൈൽ ഫോൺ കാണൂല. ചെക്കൻ പറഞ്ഞു, നിങ്ങൾ തരൂല. ഉമ്മ ഒരൊറ്റ പോക്ക് അടുക്കളയിലേക്ക്. ഉമ്മ അടുക്കളയിൽ ചോറെല്ലാം ഉണ്ടാക്കി 2 മണിക്കൂർ കഴിഞ്ഞ് ചെക്കനെ വിളിച്ചു നോക്കുമ്പോൾ ചെക്കനെ കാണുന്നില്ല. നാട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കി ബഹളപ്പാടുണ്ടാക്കി നാട്ടിലെ സകല മനുഷ്യന്മാർ ഓടി വന്ന് കുട്ടിയെ എവിടെയും കാണുന്നില്ല. അവസാനം 2 മണിക്കൂറത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം അടുത്ത വീട്ടിലെ ചങ്ങാതി പറഞ്ഞു, ഈ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്നില്ല എന്ന്. വാതിൽ തച്ച് പൊട്ടിച്ച് ഉള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച, ഷവറിൻ്റെ കമ്പിയുടെ മേലെ ഒരു കയറിൽ കെട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു 1-ാം ക്ലാസ്സിലെ ചെക്കൻ. ഉഗാണ്ടയിൽ നടന്ന കഥയല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ അപ്പുറത്ത് തിരൂരിൽ നടന്ന കഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നടക്കുന്ന എൻ്റെ വിചാരം? എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്കയുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർ ഓർമ്മിച്ചോ, ബാപ്പമാർ ഗൾഫിലെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മക്കളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ നിങ്ങളെ കഥ ഇവിടെ കഴിഞ്ഞു. അതല്ല രസം. പോലീസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഈ കുട്ടി എങ്ങനെ മരിച്ചു എന്ന് തീരുമാനിക്കണമല്ലോ. 1-ാം ക്ലാസ്സിലെ ചെക്കൻ എങ്ങനെ തൂങ്ങി മരിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ? ഇല്ല. നമുക്ക് അതേ അറിഞ്ഞൂടാ. പക്ഷേ അന്തം വിട്ടവൻ എങ്ങനെയാ ചെയ്തതെന്നറിയോ? ഇവൻ ഈ ദേഷ്യത്തിൽ ഇവന് ഈ ഫോൺ എടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞ ഗൂഗിൾ അമ്മയോട് ചോദിച്ചു, ഗൂഗിൾ അമ്മായി ഏറ്റവും നല്ല മരണം ഏതാണ്? ഗൂഗിൾ അമ്മായി പറഞ്ഞു, ഏറ്റവും നല്ല മരണം തൂങ്ങി മരണമാണ്. രണ്ടാമത്തെ തൂങ്ങി മരണം എന്ന് മനസ്സിലായപ്പോൾ യൂട്യൂബ് എടുത്തിയോട് ചോദിച്ചു, യൂട്യൂബ് എടുത്തി എങ്ങനെയാണ് തൂങ്ങി മരിക്കുക? യൂട്യൂബ് സറാന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുത്ത്, ആദ്യം ഒരു കയറെടുക്കുക, ഇങ്ങനെ കെട്ടുക, ഒരു സ്റ്റൂൾ എടുക്കുക, മേലെ കെട്ടുക, വർണ്ണമാലം ചാർത്തുന്ന പോലെ ചാർത്തുക, കുടുക്കുക, താഴേക്ക് തുള്ളുക. 1-ാം ക്ലാസ്സിലെ ചെക്കൻ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സകല കുടുംബാംഗങ്ങൾ ഓർമ്മിച്ചോ, നാളെ ഈ മരണം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. ഒരു തർക്കമില്ല കാര്യത്തിൽ. മക്കൾക്ക് ഫോൺ കൊടുക്കണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല, മക്കൾക്ക് ഫോണെല്ലാം കൊടുക്കണം. പക്ഷേ നമ്മളെ മക്കൾക്ക് നമ്മളെ ഫോണാണ് കൊടുക്കേണ്ടത്. ഏത് വയസ്സ് വരെ? 18 വയസ്സ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്മാരുണ്ടോ? 18 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്.
ആ കുട്ടി എന്ന് പറയുന്ന സാധനത്തിന് അന്തം വിട്ട ബുദ്ധിയാണ്, ഒടുക്കത്തെ ബുദ്ധിയാണ്, അതിന് വേണ്ടാത്ത ബുദ്ധിയേ ഉണ്ടാവുള്ളൂ. ഉപദേശമായിട്ടേക്ക് ഇഷ്ടമല്ല, അവർ മാത്രം ശരിയെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവിടെ വരാത്തത് ആ കുട്ടികൾ. ആ കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾക്ക് നട്ടലില്ല എങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ 18 വയസ്സ് വരെ ഓൻ്റെ അച്ഛൻ ഞാനാന്ന്, എൻ്റെ മോൻ്റെ അച്ഛൻ ഞാനാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാവിലെ 2 എണ്ണത്തിനെയും വിളിക്കും, ഇവിടെ ഹലോ, ഞാൻ എൻ്റെ അച്ഛൻ ഞാനാണ്. എൻ്റെ ഓനോട് ചോദിക്കും, എൻ്റെ അച്ഛൻ ആരാടാ? ദിവസവും അങ്ങനെ കുറേ ദിവസം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ, അല്ലച്ചാ ഇത് ദിവസവും ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഞാൻ അന്തം വിട്ട ബുദ്ധിയാടാ എനിക്ക് 18 വയസ്സ് വരെ. 18 വയസ്സ് വരെ എന്നെ ഞാൻ നിയന്ത്രിക്കണം. എൻ്റെ അച്ഛൻ ഞാനാന്ന് എനിക്ക് മറന്നു, അതുകൊണ്ട് 18 വയസ്സ് വരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനത് പറഞ്ഞോ, അങ്ങനെ അവന് ഇഷ്ടല്ലത്. ഇനിയിപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മക്കളും മലപ്പുറത്ത് കൂടിയായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അന്തം വിട്ട 3ാം ക്ലാസ്സുകാരനോട് ചോദിക്കണം, എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കണം കേട്ടോ. ചോദിക്കും, നിങ്ങൾ ചോദിച്ചു നോക്ക്, ആ ചെക്കൻ പറയാനാന്നാ 18 വയസ്സ് വരെ ഇത് 18 വയസ്സ് വരെയാ പോലും ഞാൻ മതി. ആ 18 വയസ്സ് വരെ നിങ്ങളെ മക്കളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ ഞാൻ എൻ്റെ സൗകര്യം നൂല് കിട്ടണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല. അവൻ എന്നോട് ഒരു അച്ഛാ ഫോണ് വേണം. നമ്മൾ ഇന്നാ ഈ ഫോൺ എടുത്തോ, ഇതിനെ കൊണ്ട് വിളിച്ചു കഴിഞ്ഞ് അവൻ ചോദിച്ചാൽ എനിക്ക് സ്വന്തമായി ഫോൺ വേണം. അതിന് ഞാൻ പറഞ്ഞു, ഈ സ്വന്തമായി ഫോൺ വേണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വേണം ഇനി ഫോൺ വാങ്ങുക, അല്ലാണ്ട് എൻ്റെ പൈസയും കൊണ്ട് എനിക്ക് ഫോൺ ഞാൻ വാങ്ങി തരില്ല. അപ്പം ഞാൻ പറയും, മുഹേഷിനും സുനേഷിനും എല്ലാം ഉണ്ടല്ലോ, ഞാൻ ഓനുണ്ടോയെന്ന് എനിക്ക് നോക്കാനാവില്ല, എനിക്ക് ഇനിയെ നോക്കാനാവും. അതുകൊണ്ട് എനിക്ക് ഫോൺ വേണമെങ്കിൽ 18 വയസ്സ് കഴിയുക, പണിക്ക് പോവുക, സമ്പാദിക്കുക, ഫോൺ വാങ്ങാം. ബൈക്കോ, ഞാൻ ബൈക്ക് വേണമെങ്കിൽ 18 വയസ്സ് കഴിയുക, പണിക്ക് പോവുക, ബൈക്ക് വാങ്ങാം. ഓൻ ചോദിക്കും, അച്ഛൻ്റെ ബൈക്ക് ആർക്കാ? ഞാൻ അച്ഛൻ്റെ ബൈക്ക് എനിക്കല്ല, അത് എനക്കാണ്. ഞാൻ ഏതെങ്കിലും ബൈക്ക് പോകുമ്പോൾ ഇനി ഞാൻ ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ബൈക്കുമ്പോൾ കാറ്റും, അല്ലാണ്ട് എനിക്കായിട്ട് ഞാനൊരു ബൈക്കും പോവുമില്ല. അങ്ങനെ ഓനിപ്പോൾ എന്നെ കൊല്ലുവാനുള്ള ഇഷ്ടമാണ്. ഞാൻ വീടിൻ്റെ വലത്തേ സൈഡിലൊരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ആടെ ഇനി കല്ലുകൊണ്ട് തറകെട്ടിയിട്ട് റൂം എടുത്തിട്ട് വേണം കല്യാണം കഴിക്കുക. 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിയെടുത്തിട്ട് ജോലി വാങ്ങിയിട്ട് വേണം കല്യാണം കഴിക്കുക, അല്ലാണ്ട് എൻ്റെ അച്ഛനും ഞാനും ഉണ്ടാക്കിയ വീട്ടിലല്ല നീ ഇന്ത്യ കെട്ടികളെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഇവനെല്ലാം കൂടി നട്ടപ്പെരാന്തെടുത്ത് നടക്കുക. ഇപ്പോൾ അവസാനവും കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, എൻ്റെ അച്ഛാ എൻ്റെ മുടി ഇങ്ങനെ ആക്കണം, ഇങ്ങനെ. നമ്മൾ ഇങ്ങോട്ട് വാങ്ങി, ഞാൻ ഓനും കൂട്ടി ഒരു ബാർബർ ഷോപ്പ് പോയിട്ട് ആ ബാർബറോട് ചോദിച്ചു, ഇങ്ങനെ ആക്കുവാൻ എത്ര പൈസയാവും? ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുറിക്കണേ 950, ജെല്ലിന് 1500, 2500 ഉറുപ്പ്യണോ? ഞാൻ അവർ തിന്നാൻ തന്നെ പൈസയില്ല, പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നു. എൻ്റെ മുടി എൻ്റെ അവകാശമല്ലേ അച്ഛാ? ഞാൻ എൻ്റെ മുടി അവകാശമാണ്, 18 വയസ്സാണ്, പണിക്ക് വേണം, മുടി ഇങ്ങനെ ആക്കണം. ഓൻ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ പാട്ടാട്ടെ, അവന് പാട്ടാക്കി എന്താക്കൂ? ഞാൻ മുടി ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും ഞാൻ. നമ്മളായിക്കോട്ടെ. ഈ വിപ്ലവകരമായ ചിന്തകൾ ഈ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് മനസ്സിലാക്കേണ്ടത് ഞാനാ. കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അവനെ നിയന്ത്രിക്കാൻ, അവനെ ശാസിക്കാൻ, അവനെ തിരുത്താൻ ചങ്കുറപ്പുള്ള ബാപ്പയായിട്ട് നിങ്ങൾ മാറണം. രക്ഷകർത്താവ് പേടിച്ചു പോരുത് നിങ്ങളെ ഈ കുട്ടീൻ്റെ മുമ്പിൽ. ഒരു ഭയങ്കര ബുദ്ധിയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മൊബൈൽ ഫോൺ തോണ്ടുന്ന ഒരു കുട്ടിയും ബുദ്ധിമാനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങളെ കുത്തിക്കൊല്ലും ഞാൻ. പല ഉമ്മമാർ ഈറ്റിൽ പറ്റിക്കഥ, ഉമ്മ ഇൻസ്റ്റാ ബ്ലിഷ് എന്നെല്ലാം പറയുമ്പില്ലേ, എൻ്റെ അമ്മേനെല്ലാം കാണണം നിങ്ങൾ. എൻ്റെ അമ്മേനെ ഈ 3ാം ക്ലാസ്സിലെ ചെക്കൻ പറ്റിക്കുന്ന കാണണോ? എൻ്റെ അമ്മക്ക് തോണ്ടുന്ന ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു എൻ്റെ പെങ്ങൾ. ഈ തോണ്ടുന്ന ഫോണും കൊണ്ട് അമ്മ ഉരുളുക. ഇതിൽ നമ്പറും കാണുന്നില്ല, ചെക്കണ്ടിയും കാണുന്നില്ല. എൻ്റെ അമ്മേൻ്റെ ഗുരുനാഥൻ ആരാന്ന് നിങ്ങൾ? ഈ അന്തം വിട്ട ചെക്കൻ. ഈ ചെക്കൻ എൻ്റെ അമ്മേനെ പഠിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ രണ്ടാളും ഇട്ടത്തിൽ ഇപ്പോൾ പഠിക്കുന്ന കാണണം. ഇവൻ എൻ്റെ അമ്മയോട് ചോദിക്കുക, അച്ഛമ്മ നിങ്ങൾ ഇതുവരെ ഇതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തെന്നാ പഠിച്ചത്? അമ്മ പ്ലീസ് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ അവൻ പറയാ, പച്ച ഞെക്കിയാ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ, ഇതൊച്ച. അങ്ങനെ എൻ്റെ 92 പഠിക്കുക. പച്ച ചോപ്പ് ഒച്ച, ഒച്ച പച്ച ചോപ്പ്, ഇങ്ങനെ പഠിക്കുവാണ്. ഇവൻ ചോദിച്ച് പഠിച്ചമ്മന്ന് ചോദിച്ചപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഇവൻ കളിക്കാൻ പോയി. 5ാമത്തെ മിനിറ്റിൽ അമ്മേൻ്റെ ഫോണിന് പച്ചയും ചോപ്പും ഒച്ചയും ഒന്നിച്ചിക്ക് വന്ന് 92 പിന്നെയും ബേജാറായി. വിളിച്ച് ചെക്കനെ ഡാ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു വരവുണ്ട്. ഇവൻ്റെ വരവിൽ ഇവൻ എൻ്റെ അമ്മയോട് ചോദിക്കുക, എത്ര പഠിപ്പിച്ച് നിങ്ങൾ എന്തെന്ന് ഇവിടെ? അമ്മ പറഞ്ഞു, പ്ലീസ് ഒറ്റ പ്രാവശ്യം. ഇവൻ്റെ 2ാമത്തെ വർത്താനം കേട്ടോ, പച്ച ചുവപ്പ് പച്ച. അങ്ങനെ 92 പച്ച ഞാൻ എനിക്കൊരു ഫോണും എടുത്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വർത്താനമുണ്ട്, എൻ്റെ മോനെ നമ്മളെല്ലാം മരിക്കുന്നതാ നല്ലത്. ഞാൻ ചോദിച്ചു, ചാന്തിനമ്മ ഉമ്മക്കിതെന്തെങ്കിലും അറിയാവാ? ഐറ്റുകളിത് ഞെക്കുന്നു, കഴിക്കുന്നു, ഫിറ്റാക്കുന്നു, ബുദ്ധിയാ ബുദ്ധി. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ചൊറിഞ്ഞിങ്ങ് കയറിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മൊബൈൽ ഫോണിൽ ഞെക്കുന്നത് കണ്ടിട്ട് അമ്മ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അന്തം പെട്ടോ നിലത്തൊന്നും അല്ല ഉണ്ടാവുക, ഒന്തിപ്പോവേ. അപ്പം എൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ ഇതിന് ബുദ്ധി ഉണ്ടോയെന്ന് എങ്ങനെയാണ് തിരിയാ? നിങ്ങളെ മക്കൾക്ക് ബുദ്ധി ഉണ്ടോ നിങ്ങൾ നോക്കിക്കണ്ട, ഇന്ന് പോയിട്ട് നോക്കണം കേട്ടോ. എങ്ങനെ നോക്കാൻ അറിയാം?
നിങ്ങൾ ചെക്കൻ്റെ മുമ്പിൽ നിന്ന് കസേലമെന്ന് താഴെ വീഴുക. കസേലമെന്ന് താഴെ വീണോക്ക്. ഏതും കസേലമെന്ന് നിങ്ങൾ താഴെ വീണ അന്നേരം എല്ലാവരോടും ചിരിച്ചു പോകും കേട്ടാ. അന്താം വിട്ട ചിരി. അത് നിങ്ങൾ വീണാൽ ഞാൻ വീണാലും ചിരി. പക്ഷെ രണ്ടാമത്തെ മിനിറ്റിൽ എൻ്റെ ബാപ്പയാ വീണെന്നുള്ള ബോധത്തോടു കൂടി എൻ്റെ ബാപ്പാ ഇവൻ്റെ പഠിച്ചോനേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് കസേലമ്മൽ ഇരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിലവിളിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അതാണ് മനുഷ്യക്കുട്ടി. ഞങ്ങളൊന്ന് കാര്യം, നിങ്ങളിന്ന് വീണോക്ക് വീട്ടിൽ പോയിട്ട് ഈറ്റകൾ ചിരിച്ച് പണ്ടാരടങ്ങുകയും ചെയ്യും. നിങ്ങൾ 4 കൈയും കുത്തിയിട്ട് ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ ഈറ്റകൾ പറയും എണീക്കല്ലാടെ നിൽക്ക്. ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് ഈറ്റകൾ പറയും വീണ ബാപ്പയും ഞാനും. അന്നത്തെ സ്റ്റാറ്റസ് അതായിരിക്കും ഈറ്റകളെ. അതുകൊണ്ട് നിങ്ങൾ മക്കളാണെന്ന് ഇന്ന് തൊട്ടിട്ട് ഉറപ്പ് വരുത്തണം. പറയാൻ മനസ്സിലായല്ലോ? അപ്പോൾ മക്കൾ ഫോണിൽ ഇനി നിങ്ങൾ മക്കൾക്ക് ബുദ്ധി വികസിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു പുസ്തകം വായിക്കണം. ഈറ്റകൾ വായനയില്ലാത്ത തലച്ചോറ് നാശത്തിൻ്റെ തലച്ചോറാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾ ആഴ്ചയിൽ ഒരു ബുക്ക് വായിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം നിങ്ങൾ. അതാണ് നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ ചുമതല. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കേരളത്തിലെ സ്ഥിതി അത്ര നല്ലതൊന്നുമല്ല. സാമ്പത്തികമായി നമ്മൾ ഭയങ്കര ഉന്നതിയിലാണ്, വിദ്യാഭ്യാസപരമായി ഉന്നതിയിലാണ്, ആരോഗ്യപരമായിട്ടെല്ലാം ഉന്നതിയിലാണെങ്കിലും കേരളത്തിൻ്റെ സ്ഥിതി അത്ര ഭദ്രമല്ല.